സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ ഇനി ചരിത്രമുറങ്ങുന്ന വളാഞ്ചേരിയിലും ഉടൻ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു. മാക്സ് വെഡിംഗ് സെന്റർ, നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത, ഇനി വളാഞ്ചേരിയിൽ. കൂറ്റനാട് സെന്ററിനെ ഭീതിയിലാഴ്ത്തി തെരുവുനായയുടെ ആക്രമണം. കഴിഞ്ഞ ദിവസം 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷമാവുകയാണ്. കൂറ്റനാട് സെന്ററിലാണ് തെരുവുനായകളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പ്രദേശവാസികളും വഴിയാത്രക്കാരും ഉൾപ്പെടെ 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. ആക്രമിച്ച തെരുവുനായയ്ക്ക് പേവിഷബാധ ഉള്ളതായും സംശയമുണ്ട്. വൈകുന്നേരമായിരുന്നു സംഭവം. കൂറ്റനാട് സ്വദേശികളായ ഷജിറ, അരുവിനു, സ്വാമിനാഥൻ എന്നിവർക്ക് പുറമെ 2 വഴിയാത്രക്കാർക്കും കടിയേറ്റിട്ടുണ്ട്. ഈ നായ മറ്റൊരു തെരുവുനായ കുഞ്ഞിനെ കടിച്ച് കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. മറ്റു തെരുവുനായകൾക്കും കടിയേറ്റിട്ടുണ്ട്. നാട്ടുകാർ സംഘടിച്ചെത്തി കൂറ്റനാട് സെന്ററിലും തൃത്താല റോഡിലുമെല്ലാം വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും കടിച്ച നായയെ കണ്ടെത്താനായില്ല. കടിയേറ്റ 5 പേരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാപ്പകൽ ഭേദമില്ലാതെയാണ് കൂറ്റനാട് സെന്ററിൽ തെരുവുനായകളുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത്. 10-15 മടങ്ങുന്ന കൂട്ടങ്ങളായാണ് നായ്ക്കൾ റോഡിന് മധ്യത്തിലും റോഡരികിലുമായി തമ്പടിക്കുന്നത്. ഇവയ്ക്കിടയിലൂടെ ഈ സാഹസിക യാത്ര നടത്തി വേണം യാത്രക്കാർക്ക് കടന്നുപോകാൻ. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് തെരുവുനായ വലിയ ഭീഷണിയാണ് ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. പലതവണ പരാതി പറഞ്ഞിട്ടും തെരുവുനായകളെ തുരത്തിയോടിക്കുവാനാവശ്യമായ നടപടികൾ അധികൃതർ കൈക്കൊള്ളുന്നില്ലെന്നാണ് പരാതി. ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവുനായ ശല്യം വളരെ രൂക്ഷമാണ്. ദിവസവും നമ്മുടെ ഇവിടുത്തെ ദൃശ്യ മാധ്യമങ്ങളിൽ, ഓൺലൈൻ മാധ്യമങ്ങളിലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോൾ ഇവിടെ കൂറ്റനാട് ഉച്ചയ്ക്ക് 2 മണി മുതൽ ഇവിടെ ഈ കൂറ്റനാട് സ്വദേശികളായ 3 പേര്, അതായത് നമ്മുടെ സുഹൃത്തുക്കളാണ്. ഒരു സുഹൃത്തിൻ്റെ ഭാര്യയെ അവരുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇടത് കാലിൻ്റെ മുട്ടിൻ്റെ താഴെയാണ് കടിച്ചിരിക്കുന്നത്. പിന്നെ ഒരാളിനെ ഒരു ലേഡീനെ ഇവിടെ വെച്ചിട്ട് ഒരു സ്ത്രീനെ വഴിയാത്രക്കാരി ആണ്, അവരെ കടിച്ചിട്ടുണ്ട്. പിന്നെ ഒരാളുടെ വീട്ടിലെ വളർത്തുനായനെ കടിക്കുന്ന സമയത്ത് അത് തടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവിടുത്തെ ഒരു വീട്ടിലെ പയ്യനെ കടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് വളരെ പരിചയമുള്ള ചാലിശ്ശേരി സ്വദേശിയായ ഒരാളെ കടിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ ഞങ്ങളിപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണുള്ളത്. അപ്പോൾ നായ ശല്യം അതിരൂക്ഷമാണ്. ഇത്രയും സമയമായിട്ട് ഞങ്ങൾ ഈ സമീപ പ്രദേശങ്ങളിൽ മുഴുവൻ ഞങ്ങൾ ഈ നായയെ തിരഞ്ഞു നടക്കുകയാണ്. പല സ്ഥലത്ത് ഇതിനെ കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൺമുന്നിൻ്റെ ഈ ഒഴിഞ്ഞ പറമ്പുകളിൽ ആകെ പുല്ലും പന്തി കെട്ടി കിടക്കുന്ന കാടായതുകൊണ്ട് നമുക്കിതിനെ തിരഞ്ഞ് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഈ രാത്രിയോടാകും അത് പുറത്തിറങ്ങുന്നത്. അപ്പോൾ നിരവധി ഇവിടുത്തെ ആളുകളൊക്കെ ആകെ പേടിച്ചറിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇത് എപ്പോഴാണ് പുറത്ത് വന്ന് മറ്റൊരാളെ കഴിക്കുക എന്ന് പറയാൻ കഴിയില്ല.